സ്കൂളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റം തന്നെയാണ്. ലാസ്റ്റ് 2 വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് റാഷണലൈസേഷനും മറ്റൊന്ന് ഡെസിമൽ എക്സ്പാൻഷന് എങ്ങനെ P/Q ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, ഐഡന്റിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എയും അതിന്റെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. ഇവിടെ എയും ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ റൂട്ട് എ ബി. ഓക്കെ, റൂട്ട് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം റൂട്ട് 8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 2 ഇൻറ്റു 4 എന്ന് പറയാം. ഇവിടെ എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തുവാക്കി എടുക്കാം? 4 എന്ന് എഴുതാം അല്ലേ? ദാറ്റ് മീൻസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റൂട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ദാറ്റ് മീൻസ് റൂട്ട് 4ന് പകരം ആരെ എഴുതിയാൽ മതി? 2ന് എഴുതിയാൽ മതി. ദാറ്റ് മീൻസ് 2 റൂട്ട് 2. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് റൂട്ട് 12. നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 4 ഇൻറ്റു 3. ദാറ്റ് മീൻസ് റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 4 എന്ന് പറയുന്നത് 2 തന്നെയാണ്. 2 റൂട്ട് 3. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എന്താണ് സാധാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ചെയ്യും. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ. ഓക്കെ, ദെൻ റൂട്ട് എ ഇൻറ്റു മൈനസ് റൂട്ട് ബി. അപ്പം മൈനസ് റൂട്ട് എ റൂട്ട് ബി മൈനസ് റൂട്ട് എ ഇൻറ്റു മൈനസ് റൂട്ട് ബി പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ എന്ന് പറയുന്നത് പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ. ഇതുപോലെ തന്നെയാണ് റൂട്ട് ബി ഇൻറ്റു മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി. ഇവിടെ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറയുന്നത് ആരാണ്? എ ആണ്. അതുപോലെ തന്നെ റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് ആരാണ്? ബി തന്നെയാണ്. ഇവിടെ മൈനസ് റൂട്ട് എ റൂട്ട് ബി പ്ലസ് റൂട്ട് ബി റൂട്ട് എ എന്താണ്? ക്യാൻസൽ ആയി പോകും. മൈനസും പ്ലസും രണ്ടും സെയിം വാല്യൂ തന്നെയല്ലേ? റൂട്ട് എ റൂട്ട് ബി. ഇവിടെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. അപ്പൊ മൈനസും പ്ലസ് എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറയുന്നത് ആരാണ്? എ ആണ്. മൈനസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ബി തന്നെയാണ്. ഓക്കെ, ഇതിന് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എ മൈനസ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ വരാ? 2 ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂ ആണ് 2. ബി എന്ന് പറയുന്നത് റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂ ആണ് ബി. സോ 2 മൈനസ് 3. 2 മൈനസ് 3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? -1 കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. വേറൊരു ഐഡന്റിറ്റി, അതായത് അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അതായത് അത് വെറും വാല്യൂ ആണ്. 2 പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 3 അതെന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അപ്പൊ 4 മൈനസ് 9 അതെന്ന് പറയുന്നത് എത്ര കിട്ടും? -5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്
a plus root b into a minus root b എന്ന് പറയുന്നത്, ഇതില് a എന്ന് പറയുന്നത് വെറും നമ്പേഴ്സ് ആണ്, സോ അതിനെ നമുക്ക് a സ്ക്വയർ എന്നും, b എന്ന് പറയുന്ന റൂട്ട് ആണ്, സോ a സ്ക്വയർ മൈനസ് b എന്നും പറയാം. ഓക്കെ, അതായത് ഇപ്പം 4 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 4 മൈനസ് റൂട്ട് 3. അപ്പോൾ a എന്ന് പറയുന്നത് 4 ആണ്, സോ 4 സ്ക്വയർ. b എന്ന് പറയുന്നത് ആരാണ്? 3 ആണ്, 3. അപ്പൊ എന്ത് കിട്ടും? 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, മൈനസ് 3. അപ്പൊ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഓക്കെ, റൂട്ട് എ ഇൻറ്റു റൂട്ട് സി എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു റൂട്ട് സി, അതായത് റൂട്ട് എ ഇൻറ്റു സി പ്ലസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ഡി, റൂട്ട് എ ഇൻറ്റു റൂട്ട് ഡി എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു ഡി പ്ലസ് അടുത്തതായി ചെയ്യും റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി. അപ്പം റൂട്ട് ബി ഇൻറ്റു സി പോലെ തന്നെയാണ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് ഡി എന്ന് പറയുന്നത് പ്ലസ് റൂട്ട് ബി ഇൻറ്റു ഡി. ഓക്കെ, നമ്മൾ വാല്യൂ എടുത്താലും റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 4 പ്ലസ് റൂട്ട് 5. ഓക്കെ, 4 വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 ചെയ്യും. അപ്പൊ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4, ഓക്കെ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 ആണ്. റൂട്ട് ഓഫ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് തന്നെയാണ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അതുപോലെ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 4 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 5. ഓക്കെ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 4 എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് റൂട്ട് 8 ആണ്, പ്ലസ് റൂട്ട് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് റൂട്ട് 10 ആണ്, പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 4 എന്ന് പറയുന്നത് റൂട്ട് 12 ആണ്, അതുപോലെ പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 എന്ന് പറയുന്നത് റൂട്ട് 15 ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 2 റൂട്ട് 8നെ 2 റൂട്ട് 2 എന്ന് എഴുതാം. അതുപോലെ റൂട്ട് 10നെ നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എഴുതാം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 4 എന്ന് പറയുന്നത് റൂട്ട് 4 പുറത്ത് വരുമ്പോൾ എന്താവും? 2 ആവും, 2 റൂട്ട് 3 വരും, പ്ലസ് റൂട്ട് 15 ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഒരു ഐഡന്റിറ്റിയും കൂടിയാണ് ഉള്ളത്, അതെന്ന് പറയുന്നത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ. നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും. റൂട്ട് എ പ്ലസ് ബി ദ റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി പ്ലസ് എന്താണ്? റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ. റൂട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു എ. അപ്പം എന്ത് കിട്ടും? എ കിട്ടും, പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് 2 റൂട്ട് എ ഇൻറ്റു ബി പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ബി തന്നെയാണ്. ഓക്കെ, അതായത് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ആരാണ്? 2 തന്നെയാണ്, പ്ലസ് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3, അപ്പോൾ റൂട്ട് 6 പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ അല്ലെങ്കിൽ 3. ബി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പം ഇവിടെ നമ്പേഴ്സ് ആരൊക്കെയാ ഉള്ളത്?
2 3 ജസ്റ്റ് ആഡ് ചെയ്യുക 5 പ്ലസ് 2√6. ഓക്കെ, റിയൽ നമ്പേഴ്സിന്റെ ഐഡന്റിറ്റീസ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.